മോനെ രംഗച്ചേട്ടൻ കാണിക്കും എന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി ഷളൈ ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിന്ന് അഴീക്കലിലാണുള്ളത്. അഴീക്കല് വലിയഴീക്കൽ പെൻറ്റഗൺ ലൈറ്റ് ഹൗസിൻ്റെ അടുത്താണുള്ളത്. പെൻറ്റഗൺ ലൈറ്റ് ഹൗസിലെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഈ ലൈറ്റ് ഹൗസിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് ടിക്കറ്റ് ചാർജ് ഉണ്ട്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ചാർജ്. അപ്പോൾ ഇതിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പെൻറ്റഗൺ ഷേപ്പ് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ആ സ്റ്റെയർ വഴി നമുക്ക് മുകളിൽ പോകാം. കൂടാതെ ലിഫ്റ്റും ഉണ്ട്. നമ്മൾ ലിഫ്റ്റ് വഴിയാണ് ഇന്ന് മുകളിലേക്ക് പോകുന്നത്. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം ആ ലിഫ്റ്റിലേക്ക് കയറുകയാണ്. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അദ്ദേഹം ആ ലിഫ്റ്റ് ക്ലോസ് ചെയ്ത് നമ്മളെ മുകളിലേക്ക് വിടും. അപ്പോൾ നമ്മുടെ ലിഫ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി തുടങ്ങുകയാണ്. അപ്പോൾ ഈ ലിഫ്റ്റിനുള്ളിൽ നിന്ന് നമുക്ക് വലിയഴീക്കൽ പാലത്തിൻ്റെയും അതുപോലെ ബീച്ചിൻ്റെയും ഒക്കെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ വലിയൊരു ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അതിൽ കൂടി നമുക്ക് ഈ മനോഹരമായ കാഴ്ച കണ്ട് നമുക്ക് മുകളിലേക്ക് പോകാം. വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നും പുറത്തിറങ്ങി നമുക്ക് ഈ ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നുള്ള കാഴ്ച, ബീച്ചിൻ്റെ കാഴ്ചയും പാലത്തിൻ്റെ കാഴ്ചയും ഒക്കെ നമുക്ക് കാണാം. ഇവിടെ ഇറങ്ങി നിന്ന് കാണുന്നതിന് വളരെ നല്ല ഒരു ഏരിയ തന്നെ പണിത് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഈ കാഴ്ചകൾ കാണാം. വലിയഴീക്കൽ പാലമാണ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്നത്. അതിനപ്പുറത്തായിട്ട് ബീച്ചും നമുക്ക് കാണാം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ലൈറ്റ് ഹൗസിന് മുകളിലേക്കൊക്കെ കയറുന്നുണ്ട്. ഈ പാലത്തിനെക്കുറിച്ചും അഴീക്കൽ ബീച്ചിനെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഐക്കാർഡിലും ലിങ്കിലും കൊടുത്തേക്കാം. അവിടെ നിന്നൊരു ബോട്ട് കടലിൽ നിന്ന് നമ്മുടെ കായലിലേക്ക് കയറി വരുന്ന ഒരു ദൃശ്യമാണ് കാണുന്നത്. അതുപോലെ സ്പീഡ് ബോട്ട് ഇവിടാണ് സർവീസ് നടത്തുന്നത്. നമ്മൾ ഈ സ്പീഡ് ബോട്ടിലും കയറിയിരുന്നു. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ധാരാളം ആളുകൾ മുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. കടലിൻ്റെ കാഴ്ചകളൊക്കെ ആകാശ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ് മുകളിൽ നിന്നും ഉള്ളത്. ആറാട്ടുപുഴ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. നമ്മൾ പാലത്തിൽ കയറി അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ കരുനാഗപ്പള്ളി കൊല്ലം ഭാഗത്തേക്ക് നമുക്ക് പോകാൻ കഴിയും. ഇവിടെ നിന്നും നമുക്ക് നോക്കുമ്പോൾ മനോഹരമായ തെങ്ങിൻ തോപ്പുകൾ നമുക്ക് കാണാം. തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ കായലിൻ്റെ ഭാഗങ്ങളും നമുക്ക് കാണാം. താഴെക്കൂടെ ആ വാഹനങ്ങളൊക്കെ പോകുന്നത് കാണുന്നത് വളരെ രസകരമായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനൊരു വ്യൂ, ആകാശ കാഴ്ച നമുക്ക് ഇവിടെ നിന്നും കിട്ടും. ആ കാണുന്നത് ആറാട്ടുകടവ് അമ്പലമാണ്. വലിയഴീക്കൽ ആറാട്ടുകടവ് അമ്പലം. അതിനപ്പുറം കായലാണ്. അങ്ങ് ദൂരത്തായിട്ടെല്ലാം കാണുന്നത് കായലും തെങ്ങുതോപ്പുകളും മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങ് ദൂരെയായി മറ്റൊരു പാലത്തിൻ്റെ ആർച്ച് നമുക്ക് ആ ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. അത് കായംകുളം ഭാഗത്തേക്ക് പോകുന്ന റോഡിലുള്ള ഒരു പാലമാണ്. ആളുകളൊക്കെ അങ്ങനെ നമ്മുടെ ഈ ലൈറ്റ് ഹൗസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ഇപ്പോൾ ധാരാളം ആൾക്കാരായി. ഞായറാഴ്ച കൂടി ആയപ്പോൾ ധാരാളം ആൾക്കാർ ഇവിടേക്ക് എത്തുന്നുണ്ട്.
ഈ പെൻറ്റഗൺ ലൈറ്റ് ഹൗസിൻ്റെ വിശദമായ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലും കൊടുത്തേക്കാം. അത് കണ്ടു നോക്കുക. ഇത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. പെട്ടെന്ന് കണ്ടു പോകേണ്ടുന്നവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ലൈറ്റ് ഹൗസിന് മുകളിലേക്ക് ഉള്ള ഭാഗമാണിത്. അവിടെയാണ് ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ഉദ്യോഗസ്ഥർക്കും മറ്റും കയറുവാനുള്ള കോണിപ്പടിയാണ് ആ കാണുന്നത്. നമുക്ക് അവിടേക്ക് പ്രവേശനമില്ല. ധാരാളം കുട്ടികളും ഒക്കെ ഈ ലൈറ്റ് ഹൗസിന് മുകളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. വീണ്ടും നമുക്ക് ലിഫ്റ്റിൽ താഴേക്ക് പോകാം. സ്റ്റെയർ കേസ് ഉപയോഗിക്കുന്നവർക്ക് അതുവഴിയും താഴേക്ക് ഇറങ്ങാവുന്നതാണ്. താഴെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു പാർക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. യാത്രാവണ്ടിയുടെ ചാനലിൽ ആദ്യമായിട്ട് എത്തിയിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സഹകരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.